ഞങ്ങളുടെ ക്യാബിനറ്റിലെ കവിയാണ്. അതെ, എഴുതും അല്ലേ, കവിയാണ്. യഥാർത്ഥ കവി. ഒരു 4 ശാലം കൊണ്ടടിച്ച് അടിയുകൊണ്ട് സ്വന്തം കവിത ആയിക്കോട്ടെ. സ്വന്തം കവിതയില്ല, ഞാൻ സ്വന്തം കവിതയല്ല, ഞാൻ സാധാരണ വയലാറിന്റെ, ആശാന്റെ, വള്ളത്തോളിന്റെ കവിതകൾ ധാരാളം പാടും, വായിക്കാറുണ്ട്. നല്ലൊരു 4 വരി കൊണ്ട് പാടും. മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരും ഈ മധുരാക്ഷരമന്ത്രം ചൊല്ലിയില്ലെന്നേ വരെ. മരണം മരണം എന്നോർമ്മിപ്പിക്കും മതം ആ മനുഷ്യന്റെ ശബ്ദത്തിൽ നടുങ്ങിപ്പോയി. കർമ്മത്തിൽ നിന്നും ധർമ്മചൈതന്യം വിളയിച്ച നമ്മുടെ ജന്മാന്തര സഞ്ചിത സംസ്കാരങ്ങൾ ആ ശിവഗിരിക്കുന്നിൽ കത്തിച്ച വിളക്കത്ത് വിശ്വസൗഹാർദ്ദത്തിൻ യജ്ഞമൊന്നാരംഭിച്ചു. മനുഷ്യത്വത്തെ തള്ളിപ്പറഞ്ഞ മതങ്ങൾ ആ മണൽത്തട്ടിൽ നിലത്തെഴുത്തിന്നിരുന്നപ്പോൾ വടിയും കുത്തിച്ചെല്ലുമ കർമ്മയോഗീന്ദ്രന്റെ മിഴികളിൽ വിശ്രമം കൊണ്ടു വിശ്വം. വയലാറിന്റെ മനോഹരമായ കവിതയാണ്. അതായത് ഈ ഓണം സങ്കല്പം അതാണ്, പല മതസാരവും ഏകമെന്ന ഗുരുവിൻ്റെ സന്ദേശം എല്ലാ മതങ്ങളെയും ഓണത്തിലേക്ക് ആകർഷിക്കുന്നു. മിനിസ്റ്റർ, നമ്മൾ ഇവിടെ പാട്ടുകാരെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പം മിനിസ്റ്റർക്ക് വേണ്ടിയിട്ട് അലൂഷ്യോ നിത്യോ ഒരു പാട്ട് പാടും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി. ഇപ്പം മനുഷ്യ കവിതയൊല്ലി അല്ല, വയലാറിൻ്റെ ഈ മനോഹര തീരത്തിന് ഒരു ജന്മം കൂടി എന്നുള്ള മനോഹരമായ തീരം ഇന്ദ്രധനുസിൻ തൂവൽ തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൽ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്ത് വരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. നമുക്ക് ഇത്രമേൽ മണമുള്ള കുടമുല്ല പൂവുകൾ ഒന്ന് എപ്പോഴെങ്കിലും മലോഷ്യ കൊണ്ട് തീർച്ചയായിട്ടും